റൊണാൾഡോ അൽ നസറിൽ തന്നെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാണ്. നെയ്മർ ജൂനിയർ സാന്റോസിൽ തന്നെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാണ്. ഈ ഒരു വാർത്തകളാണ് ഇപ്പോൾ കറന്റ് സെൻസേഷൻ ആയിട്ട് അല്ലെങ്കിൽ ബ്രേക്കിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നെയ്മർ ജൂനിയറിന്റെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, അദ്ദേഹം സൈൻ ചെയ്തു എന്നുള്ള വാർത്തകളൊക്കെയാണ് വരുന്നത്. പക്ഷേ ക്രിസ്ത്യാനോ റൊണാൾഡോ അദ്ദേഹം വേർബൽ അഗ്രിമെന്റ് ഒക്കെ കഴിഞ്ഞു, പക്ഷേ ഇതുവരെ സൈൻ ചെയ്തിട്ടില്ല. പക്ഷേ അദ്ദേഹം ടോട്ടലി ഓക്കെ പറഞ്ഞിട്ടുണ്ട്. അൽ നസർ ടീമിന് എന്തായാലും സമ്മതിക്കുന്നുണ്ടോ, അവർ വളരെ പ്രൊഫഷണൽ ആയിട്ടാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയെ ഡീൽ ചെയ്യുന്നത്. എത്ര വലിയ ബിഡാണ്, എത്ര വലിയ സാലറി പാക്കേജ് ആണ് എന്നുണ്ടെങ്കിലും റൊണാൾഡോയെ പോലെ ഫുട്ബോളിനെ പാഷനേറ്റ് ആയിട്ടും പ്രൊഫഷണലായിട്ടും കാണുന്ന ഒരാളെ കൺവിൻസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. അൽ നസർ ടീം വളരെ പ്രോപ്പറായിട്ടാണ് അദ്ദേഹത്തെ കൺവിൻസ് ചെയ്തു. 2027 വരെ അദ്ദേഹത്തിന് ഒരു അഗ്രിമെന്റ് ഓഫർ വെച്ചു. അദ്ദേഹത്തിന്റെ ഒരു ഓഫർ പ്രകാരം ഇപ്പോൾ കറന്റ് 2026 വരെ റൊണാൾഡോ എന്തായാലും അവിടെ അൽ നസറിൽ സ്റ്റേ ചെയ്യും. പിന്നെ റൊണാൾഡോയുടെ ഡിസിഷൻ അനുസരിച്ച്, അതായത് അദ്ദേഹം ഒരു കൊല്ലം കൂടി അദ്ദേഹത്തിന് സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ 2027 വരെ അവർക്ക് റൊണാൾഡോക്ക് സ്റ്റേ ചെയ്യാം, അതായത് അവിടെ കളിക്കാം, അൽ നസറിന് വേണ്ടി കളിക്കാം. അങ്ങനെയാണ് ഇപ്പോൾ കറന്റ് റൊണാൾഡോന്റെ അഗ്രിമെന്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം സൈൻ ചെയ്തിട്ടില്ല, പക്ഷെ വെർബലി ഓക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ റൊണാൾഡോ ആ ഒരു അൽ നസർ ടീമിൽ നിൽക്കുന്നത് എനിക്ക് പേഴ്സണലി എന്താ പറയാ അത്ര ഇഷ്ടപ്പെട്ടില്ല. അത് റൊണാൾഡോനെ നമുക്കറിയാം, അദ്ദേഹത്തിന് നമുക്കെല്ലാവർക്കും അദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം അൽ നസർ ടീമിന്റെ ലാസ്റ്റ് ഹോം മാച്ച് ആയിട്ടുള്ള അൽ നസർ വേഴ്സസ് അൽ ഖലീജ് മാച്ച്, അതായത് സൗദി പ്രോ ലീഗിലെ അവരുടെ അവസാനത്തെ മാച്ചിന് തൊട്ടുമുമ്പത്തെ മാച്ച്, അതാണ് അവരുടെ ലാസ്റ്റ് ഹോം മാച്ച്. അൽ അവൽ സ്റ്റേഡിയത്തിലാണ് കളി നടക്കുന്നത്, അതായത് അൽ നസറിന്റെ ഹോം സ്റ്റേഡിയത്തിൽ, അത്രേ ഉള്ളൂ. അവിടെ കളി നടക്കുന്ന സമയത്ത് അവർക്ക് സൗദി പ്രോ ലീഗ് ഒന്നും ഇനി കിട്ടില്ല. അതായത് ലീഗ് ടൈറ്റിൽ ഓൾറെഡി അൽ ഇത്തിഹാദ് വിൻ ചെയ്ത് കഴിഞ്ഞു, അവർ ഓൾറെഡി വിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി അൽ നസറിന് അത് കിട്ടില്ല. അവർ AFC ചാമ്പ്യൻസ് ലീഗിൽ നിന്നും ഓൾറെഡി പുറത്തായി. മേജർ ടൂർണമെന്റ് ആയിട്ടുള്ള AFC ചാമ്പ്യൻസ് ലീഗിൽ നിന്നും അൽ നസർ പുറത്തായി. ഇനി അടുത്ത സീസണിൽ AFC ചാമ്പ്യൻസ് ലീഗിന് അൽ നസറിന് കളിക്കാനും പറ്റില്ല. അങ്ങനെ ഔട്ടായി പോയി. അങ്ങനെ മൊത്തത്തിലൊരു മോശം സമയത്ത് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അൽ നസറിന്റെ ഫാൻസ് ഭയങ്കരമായിട്ട് അവർ പ്രൊവോക്ഡ് ആണ്. ദാറ്റ് മീൻസ് അവർ അത്ര നല്ല രസത്തിലല്ല നിൽക്കുന്നത്, വലിയ സുഖത്തിലല്ല നിൽക്കുന്നത്. കാരണം എല്ലാം കംപ്ലീറ്റ് അൽ നസറിന്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. റൊണാൾഡോയെ പോലെ ഇത്ര ഒരു എന്താ പറയാ ഒരു സ്റ്റാർ പ്ലെയർ ഉണ്ടായിട്ടും, ഇത്രയധികം ഗോൾ സ്കോർ ചെയ്തിട്ടും, ഇത്രയധികം നല്ല രീതിയിൽ കളിച്ചിട്ടും, പക്ഷെ അവരുടെ ടീം അവിടെ എത്തുന്നില്ല. ആകെ റൊണാൾഡോ വന്നതിന് ശേഷം ആകെ ഒരു കപ്പ് മാത്രമാണ് അൽ നസർ നേടിയിട്ടുള്ളത്. ഒരു അൽ ഖലീജിനെതിരെ ഉള്ള മാച്ചിൽ റൊണാൾഡോക്ക് ഒരു പെനാൽറ്റി കിട്ടി. ആ ഒരു പെനാൽറ്റി കിട്ടി റൊണാൾഡോ മിസ് ചെയ്തു. ആ ഒരു സമയത്ത് കാണികളെല്ലാവരും കൂക്കി, റൊണാൾഡോനെ കൂക്കി. ആകെ 6000 പേരെ അന്നത്തെ മാച്ചിന് വന്നിട്ടുള്ളൂ. അതായത് സാധാരണ അൽ അവൽ സ്റ്റേഡിയത്തിൽ നിൽക്കുന്നതിന്റെ 24% ആൾക്കാർ മാത്രമേ അന്ന് കളി കാണാൻ വന്നിട്ടുള്ളൂ. വളരെ കുറച്ച് ആൾക്കാർ. അത് തന്നെ അന്ന് ഭയങ്കര ഡിസ്റെസ്പെക്ട് ആയിരുന്നു റൊണാൾഡോക്ക്. പക്ഷേ വരുന്നത് ഓരോരുത്തരുടെ ചോയ്സാണ്. അങ്ങനെ ആ വന്ന 6000 പേരും റൊണാൾഡോനെ കളിയാക്കാൻ തുടങ്ങി. പിന്നെ ഒരു പെനാൽറ്റി കിട്ടി, അത് റൊണാൾഡോ സ്കോർ ചെയ്തു. പിന്നെ ഫാൻസിനോട് അദ്ദേഹം ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട്, അതായത് സോറി എന്നൊക്കെ പറഞ്ഞുള്ള രീതിയിൽ അങ്ങനെ കാണിച്ച് അദ്ദേഹം ആ ഒരു മാച്ച് അവസാനിച്ചു. പിന്നെ അദ്ദേഹം ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിരുന്നു, അതായത് ദിസ് ഇസ് ദ എൻഡ് ഓഫ് ദി സ്റ്റോറി എന്നൊക്കെ പറഞ്ഞു കണ്ട് അദ്ദേഹം ഒരു സ്റ്റോറി അല്ല, ഒരു പോസ്റ്റ് ആയിട്ട് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വിചാരിച്ചപ്പോൾ അൽ നസർ വിട്ട് പോകും, വേറെ ഏതെങ്കിലും ക്ലബ്ബിലോട്ട് പോകും. ക്ലബ്ബ് വേൾഡ് കപ്പ് ചിലപ്പോൾ മേ ബി വേറെ ഏതെങ്കിലും ടീമിലോട്ട് പോകും എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ ക്ലബ്ബ് വേൾഡ് കപ്പ് അദ്ദേഹം കളിക്കുന്നില്ല എന്ന് പിന്നെ യുവേഫ നാഷൻസ് ലീഗ് കഴിഞ്ഞ സമയത്ത് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം എവിടെയായാലും നമ്മൾ അദ്ദേഹത്തിന്റെ കളി കാണും. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ റൊണാൾഡോന്റെ കറന്റ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞത്. അദ്ദേഹത്തിന് ഒരു ഹ്യൂജ് ബിഡ്, ആ ഒരു സെയിം ബിഡാണ്. ഓക്കെ, ആ ഒരു സെയിം സാലറി തന്നെയാണ് അദ്ദേഹത്തിന് കൊടുക്കാൻ പോകുന്നത്. സോ അങ്ങനെയൊക്കെയാണ് റൊണാൾഡോയുടെ ഒരു കാര്യം. പിന്നെ നെയ്മറിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഇപ്പോൾ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലാണ് സാന്റോസിലോട്ട് വന്നത്. പ്ലേയിങ് ടൈമിന് വേണ്ടി ഇങ്ങോട്ട് വന്നു, പക്ഷേ ഒരു ഇഞ്ചുറി വന്നു, കുറച്ചു കാലം കളിച്ചില്ല, തിരിച്ചു വന്നു, വീണ്ടും ഇഞ്ചുറി വന്നു, കളിച്ചില്ല. പിന്നെ അവസാനം ഒരു 2 മാച്ച് കളിച്ചു. ആ 2ാമത്തെ മാച്ചിൽ അദ്ദേഹത്തിന് റെഡ് കാർഡും കിട്ടി. അതാണ് നെയ്മറിന്റെ അവസ്ഥ. അവസാനത്തെ മാച്ച് അദ്ദേഹത്തിന് കളിക്കാൻ പറ്റിയില്ല. അദ്ദേഹം ക്ലബ്ബ് വേൾഡ് കപ്പിന് ഏതെങ്കിലും മേ ബി വേറെ ഏതെങ്കിലും ടീമിലോട്ട് പോകും എന്നുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു. പക്ഷേ അദ്ദേഹം 100% ഫിറ്റ് അല്ലാത്തത് കൊണ്ട് അദ്ദേഹം അതിനും പോയില്ല. അങ്ങനെ നെയ്മറിന്റെ കാര്യം യൂറോപ്പിൽ നിന്നും ഓഫർ വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം എങ്ങോട്ടും പോയില്ല. സാന്റോസിൽ തന്നെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്ത് പ്ലേയിങ് ടൈമിന് വേണ്ടി തോന്നുന്നു ഇവിടെ തന്നെ നിൽക്കുകയാണ്. പക്ഷേ ഇത് ഡിസംബർ വരെ ഉള്ളൂ. ഓക്കെ, അതായത് ഇപ്പോൾ ജനുവരിയിൽ വന്നു, ജൂൺ വരെ കോൺട്രാക്ട് ഉണ്ടായിരുന്നു. ഈ ജൂണിൽ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യാണ് ഡിസംബർ വരെ. അടുത്ത ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ നെയ്മർ ഫ്രീ ഏജന്റ് ആയിരിക്കും. അദ്ദേഹത്തിന് വേണമെങ്കിൽ യൂറോപ്പിലോട്ടോ വേറെ എങ്ങോട്ടെങ്കിലും പോവാം. ഇപ്പോൾ എന്തായാലും കറന്റ് യൂറോപ്പിലോട്ട് പോകുന്നില്ല എന്ന് അദ്ദേഹം കൺഫേം ചെയ്തു. അദ്ദേഹം സൈൻ ചെയ്തു സാന്റോസിന് വേണ്ടി. റൊണാൾഡോ സൈൻ ചെയ്തിട്ടില്ല. അദ്ദേഹം വെർബലി ഓക്കെ പറഞ്ഞിട്ടുണ്ട്, ഇനി സൈൻ ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇവരുടെ രണ്ടുപേരുടെയും കാര്യം. അപ്പോൾ നമുക്ക് നോക്കാം എന്തായാലും. താങ്ക് യു സോ മച്ച്.